നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പാട്ട് എഴുതിയത് ഞാനല്ല, മ്യൂസിക് ചെയ്തത് ഞാനല്ല, അഭിനയിച്ചിട്ടില്ല. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇങ്ങനെ പൂവണിഞ്ഞൊരു വേദിയായിരുന്നു സ്റ്റാർ സിംഗർ സീസൺ 9. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരെയാണ്, ഹരീഷേട്ടനാണ് അതിന്റെ അസോസിയേറ്റ്. പുതിയ സാധനമല്ലേ, അവർക്കൊക്കെ അത് ഇഷ്ടമായി, പോസിറ്റീവ് റെസ്പോൺസ് വന്നു. അങ്ങനെയാണ് സർഗോ സാറിന്റെ മൈൻഡിലാണ് ഈ സാധനം ആദ്യം വരുന്നത്. ഞാൻ തന്നെ പല വീഡിയോസിലും പറയാറുണ്ട്, ആ തീരുമാനം അയാളുടെ ജീവിതം മാറ്റിമറിച്ചു. അങ്ങനെ സർഗോ സാറിന്റെ ആ തീരുമാനമാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില പാട്ടുകൾ അവർ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, അതിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് എക്സൈറ്റ് ആവും. ആ എക്സൈറ്റ്മെന്റ് ആണ് എന്റെ കിക്ക്. ഒന്ന് സ്വയം നമ്മളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടി, മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തുടങ്ങുന്നത്. ഷിബു ചക്രവർത്തി സാറിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ IFFKക്കാണ് കണ്ടത്. അപ്പൊ ഞാനിങ്ങനെ വൈഫും നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ പുറകെ കൂടെ വന്നു. ഞാനിങ്ങനെ തിരിഞ്ഞു, പുള്ളി ഇങ്ങനെ കണ്ടത്, ഇതായിരുന്നു പുള്ളിയുടെ എക്സ്പ്രഷൻ. ഞാനിങ്ങനെ മുന്നിലിരിക്കുകയാണ്. ഇതപ്പോഴത്തേക്ക് കൈതപ്ര സാറ്, മോഹൻ സിത്താർ അവരെല്ലാം വേദിയിലുണ്ട്. സാർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുക. ഇതാരെ കൈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ സാറ് പിന്നെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് അപ്പൊ ഞാൻ ഓ ശരി സാർ ഓക്കെ. അത് ഒരു ഭയങ്കര എനിക്ക് രോമാഞ്ചം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പാട്ട് വർത്താനം ദിവ കൃഷ്ണയാണ് നമുക്കിപ്പോൾ. ഹായ് ദിവ. ഹായ്. കഴിഞ്ഞ പ്രാവശ്യം ദിവയെ കണ്ടതിന് ശേഷം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഷോയെ കാണുന്ന സമയത്ത് എനിക്കൊരു സന്തോഷം ഉണ്ടായി. കാരണം അത്തരം ഒരു സ്റ്റാർ സിംഗർ പോലൊരു ഷോയ്ക്കകത്ത് കണ്ടസ്റ്റൻസിനെ ഫൈനലിൽ അവതരിപ്പിക്കുന്നത് ദിവ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഒരാൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ. അവരുടെ പ്രൊഫൈലും ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തിരഞ്ഞത് ദിവയുടെ ആ പ്രസൻറ്റേഷനിൽ പൊളി പരിപാടി. ഏഷ്യാനെറ്റ് എന്നെ ആദ്യം പറയൂ, ഏഷ്യാനെറ്റിൻ്റെ വിശേഷം. ഏഷ്യാനെറ്റിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്നൊന്നും അറിയാതെയാണ് ഈ പാട്ട് വർത്താനം തുടങ്ങുന്നത്. പിന്നെ അതാണ് നമ്മളെ ഓരോ വഴിയിലൂടെ പോയി ഓരോ സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നത്. അതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ കാര്യം. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരെയാണ്, ഹരീഷേട്ടനാണ് അതിന്റെ അസോസിയേറ്റ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് കോൺടാക്ട് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓക്കെ കോൺടാക്ട് അയക്കുന്നു. അപ്പോൾ ഒരു രവീന്ദ്രൻ മാസ്റ്റർ ഹിറ്റ്സ് എന്ന് പറഞ്ഞൊരു റൗണ്ട് ഉണ്ട്. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഒരു 10 പാട്ടുകൾ എടുത്തിട്ട് നമ്മൾ പാട്ട് വർത്തമാനമായിട്ട് അവതരിപ്പിച്ച് അത് കഴിഞ്ഞതിന് ശേഷം 10 പാട്ട് കഴിഞ്ഞു, ഓക്കെ എന്നെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു. ഓക്കെ ഇതാണ് അവൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്, ഓക്കെ താങ്ക് യു ബൈ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇതായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ പോയി സംഭവം ഈ ഒരു 10-12 പാട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാവർക്കും ഈ ഒരു പുതിയ കോൺസെപ്റ്റ് അല്ലേ, അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ചിത്ര ചേച്ചി ആയിരുന്നാലും ജഡ്ജസ് ആയിരുന്നാലും എല്ലാവർക്കും ഒരു പുതിയ സാധനമല്ലേ, അവർക്കൊക്കെ അത് ഇഷ്ടമായി, പോസിറ്റീവ് റെസ്പോൺസ് വന്നു. അങ്ങനെയാണ് സർഗോ സാറിന്റെ മൈൻഡിലാണ് ഈ സാധനം ആദ്യം വരുന്നത്. പുള്ളി ഇതിന് മുന്നേ സരിഗമപ ഡയറക്ട് ചെയ്ത സർഗോ സാറാണ്. അപ്പൊ ആ സമയത്ത് തന്നെ രവിമേനോൻ സാറില്ലേ, അപ്പൊ പുള്ളിയെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് ഈ പാട്ട് കുട്ടികൾ പാടുമ്പോൾ പാട്ടിനെ പറ്റി പറയുന്ന ഒരു പരിപാടി പോലെ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരൻ വേറെ മാതൃഭൂമിയിലെങ്ങാണ്ട് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് അത് അപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഏഷ്യാനെറ്റിലോട്ട് വന്നപ്പോഴൊക്കെ പുള്ളിയെ വിളിക്കണോ എന്താണെന്നുള്ളൊരു നിന്ന സമയത്താണ് ഈ ഹരീഷേട്ടൻ നമ്മുടെ റീൽസ് സാറിന് കാണിച്ചു കൊടുക്കുന്നത്. അതിന് മുന്നേ സാറിന്റെ വൈഫ് സർഗോ സാറിന് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പൊ സാറ് നോക്കിയപ്പോൾ ഓക്കെ ഇതൊരു പുതിയ വേർഷൻ ആണല്ലോ, മറ്റേ എഴുത്ത് പറച്ചിലല്ലാതെ നമ്മൾ വിഷ്വൽ ആ ഫോട്ടോസ് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാധനമാണ്. പെട്ടെന്ന് തീരുകയും ചെയ്യും, 1 മിനിറ്റ് 1.5 മിനിറ്റ് സാധനമല്ലേ. അപ്പൊ അങ്ങനെയാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് സാറിന്റെ തന്നെ ഞാൻ തന്നെ പല വീഡിയോസിലും പറയാറുണ്ട്, ആ തീരുമാനം അയാളുടെ ജീവിതം മാറ്റിമറിച്ചു. അങ്ങനെ സർഗോ സാറിന്റെ ആ തീരുമാനമാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. അത് അടിപൊളിയായിരുന്നു. ഈ അടുത്ത് ശിവചേട്ടൻ കണ്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ മറ്റേ പയ്യനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് പയ്യൻ? ആ പാട്ട് പറയുന്ന പയ്യനല്ലേ ഇൻസ്റ്റയിൽ? ഓ ദിവ. ഞാൻ പറഞ്ഞു ദിവയാണോ? ആ ദിവ. കാരണം ദിവയെ ഞാൻ അതിന് മുമ്പേ ശ്രദ്ധിക്കുന്ന സമയത്ത് സാറിന്റെ തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ തെളിയുന്ന അമ്പലനടയിലല്ല അമ്പരനടയിലാണെന്ന് ദിവ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്തും നമ്മൾ ഈ അമ്പരനടയിൽ, അപ്പൊ സാറ് പറഞ്ഞു ഞാൻ ആ പൂവമ്പൻ അമ്പലത്തിലേക്കാണ് പറഞ്ഞു വെച്ചത്. അപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ ഊഹിക്കാം അതൊരു അമ്പലം പരിസരം അല്ല എന്നുള്ളത് ഊഹിക്കാന്ന് പറഞ്ഞു. ദിവ ഈ പാട്ടിന്റെ വഴിയിലേക്ക് ഈ തരത്തിൽ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വഴിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സാഹചര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇങ്ങനെ പാട്ടുകളെ പറ്റി ഇങ്ങനെ ഒരു
അനലൈസ് ചെയ്യുക അങ്ങനെ ഒന്നും ചിന്തിച്ച് വരുന്നതല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട്, പാട്ടുകൾ നമുക്ക് കുഞ്ഞിലെ മുതലേ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെയുള്ള കഥകൾ എന്താണെന്ന് കുഞ്ഞിലെ മുതലേ തപ്പിപ്പോകാറുണ്ട്. വീട്ടിലായിരുന്നാലും പഴയ പാട്ട് പുസ്തകങ്ങൾ, ചിത്രഭൂമി, നാനവള്ളി അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. ഞാൻ നേരത്തെ ചേട്ടനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില പാട്ടുകൾ അവർ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം അതിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് എക്സൈറ്റ് ആവും. ആ എക്സൈറ്റ്മെന്റ് ആണ് എൻ്റെ കിക്ക്. അപ്പൊ അത് ഇങ്ങനെ ഉള്ളിൽ കിടന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തുടങ്ങാമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഓക്കെ തുടങ്ങി. പിന്നെ എല്ലാം ഇതേപോലെ ലാലേട്ടൻ പറയുന്ന പോലെ സംഭവിക്കല്ലേ. പക്ഷെ അങ്ങനെ സംഭവിച്ച ചില കാര്യങ്ങളിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പുതുതായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന് ശേഷം ഒരുപാട് മനുഷ്യരെ ദിവ കണ്ടിട്ടുണ്ട്. ആ ഒരു ഹൈപ്പ് കിട്ടിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ കണ്ടവരെയും വിശേഷങ്ങളും പറയും. നമ്മളപ്പോഴ് കണ്ടപ്പോൾ ഇരിക്കണം, അപ്പോഴും പാട്ട് വർത്താനം തുടങ്ങി ഒരു 5 മാസം 6 മാസം ആ ഒരു സമയത്താണ് കണ്ടത്. അതിന് ശേഷമാണ് ശരിക്കും ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ ഇങ്ങനെ മാറുന്നതും ഒരുപാട് പേര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലായത്. നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ അറിയാവുന്നുള്ള മുഖം കണ്ടു പരിചയമുള്ള ഒരാൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഷിബു ചക്രവർത്തി സാറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ IFFKക്കാണ് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ വൈഫ് നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ പുറകെ കൂടെ വന്നു. ഞാനിങ്ങനെ തിരിഞ്ഞു, പുള്ളി ഇങ്ങനെ കണ്ടത് പുള്ളി ഇതായിരുന്നു പുള്ളിയുടെ എക്സ്പ്രഷൻ. എന്ന് വെച്ചാൽ പുള്ളിക്ക് ആളെ മനസ്സിലായി, മുഖം മനസ്സിലായി, ആരാണ് എന്താണ് പേരെന്താണെന്നൊന്നും കിട്ടിയില്ല. അപ്പം പുള്ളി ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഈ പാട്ടുകളുടെ പറയുന്ന അതേ സാർ എങ്ങനെയാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. പിന്നെ പുള്ളി ഒരു അരമണിക്കൂറോളം അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു പുള്ളിയുടെ പാട്ടുകളും അതിലുള്ള കുറെ കഥകളും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെയായിരുന്നു കൈതപ്രം സാറിനെ കണ്ടത്. അത് ഒരു ഭയങ്കര എനിക്ക് രോമാഞ്ചം വരും. അതൊരു സിനിമയുടെ പ്രൊമോഷൻ ഇവന്റിന് വേണ്ടി പുള്ളി വന്നതായിരുന്നു. അപ്പം എന്നെ അവിടെ ക്ഷണിച്ചിരുന്നു, എഴുത്തൊല എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ. അപ്പം ഞാൻ അവിടെ ചെന്നു. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും സാറിങ്ങനെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ്. അപ്പം നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി വന്നിട്ട് ആ ഹാളിനകത്തോട്ട് കയറി നമ്മളവിടെ കൊണ്ട് ഇരുത്തി. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ മുന്നിലിരിക്കുകയാണ്. ഇതപ്പോഴത്തേക്ക് കൈതപ്ര സാറ്, മോഹൻ സിത്താര അവരെല്ലാം വേദിയിലുണ്ട്. സാർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുക. ഞാനിങ്ങനെ നോക്കി ഇതാരെ കൈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ സാറ് പിന്നെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓ ശരി സാർ ഓക്കെ. അത് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പുള്ളി നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടോന്ന് പോലും നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ് പുള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പുള്ളിയുടെ പാട്ടുകളെ പറ്റി ഞാൻ അവിടെ വേദിയിൽ സംസാരിക്കാനൊക്കെ പറ്റി. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞിറങ്ങിയപ്പോഴും പുള്ളി വന്നു, സംസാരിച്ചു, കാണാറുണ്ട്, എല്ലാം വീഡിയോസ് എല്ലാം നന്നാവുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ സാർ ഫോട്ടോ എടുക്കാം, പിന്നെന്താന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് അത് ശരിയായില്ല. ഞാൻ പിന്നെ രണ്ടാമതും പോയി, സാർ ഫോട്ടോ ശരിയായില്ല, പിന്നെന്താന്ന് പറഞ്ഞ് പുള്ളി കൈ ഇങ്ങനെ തോളി കൂടെ ഇട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് എന്നാണ് എനിക്ക് അപ്പം തോന്നുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമായിരുന്നാലും ജയറാമേട്ടനെ കണ്ടത്. അത് ഞാൻ കുഞ്ഞിലേ മുതലേ ജയറാമേട്ടൻ്റെ ഭയങ്കര ആരാധകനാണ്. എന്ന് പറഞ്ഞാല് ഞാൻ കണ്ടു വളർന്നതും ഒക്കെ പുള്ളിയുടെ പാട്ടുകളും പടങ്ങളും ഒക്കെയാണ്. അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് ജയറാമേട്ടൻ എന്താണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സ്റ്റാർ സിംഗർ ഇങ്ങനെ സമ്മർ ഫെസ്റ്റിവലിൽ ഇങ്ങനെ നിൽക്കുന്നു, ബ്രേക്ക് ആവുന്നു. അപ്പൊ ബ്രേക്കിനൊരു ഗസ്റ്റ് ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോഴാണ് ഹരീഷ് ചേട്ടൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ബ്രേക്ക് ആവുകയാണ്, അപ്പൊ നമുക്ക് ജയറാമേട്ടനായിരിക്കും ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. എൻ്റെ വൈഫും ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ കൂട്ടച്ചിരി. സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഓക്കെ ജയറാമേട്ടൻ വരെയാണ്, നമ്മളിപ്പോൾ എന്തായാലും പുള്ളിയെ കാണാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേജ്. അപ്പം ഹരീഷേട്ടന് മനസ്സിലായി എന്തിനു ചിരിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞ് ജയറാമേട്ടൻ്റെ എന്താണ് ദൈവത്തിനെ പോലെ കാണുന്ന ആളാണ് ഈ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടേ പറ്റൂ, എങ്ങനെയെങ്കിലും വരുമ്പോഴും ഞാൻ എങ്ങനെയായാലും വരാം, എന്നെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങനെയാണ്, എന്നാൽ പിന്നെ നമുക്ക് നോക്കടാ എന്ന് പറഞ്ഞു. എന്നിട്ട് സാധാരണ ഇങ്ങനെ ഏതെങ്കിലും സ്റ്റാർസ് ഒക്കെ വരുമ്പോൾ ചാനൽസിലൊരു ഇൻട്രോ കൊടുക്കുമല്ലോ, ഒരു പ്രൊഫൈൽ കൊടുക്കുമല്ലോ. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന സാധനമാണ്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ജയറാമേട്ടനാണെങ്കിൽ തന്നെ പുള്ളി നടക്കുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു, ചില പാട്ടുകൾ അല്ല സിനിമ കട്ടിങ്സ് വെച്ചു. അലിയാർ സാറിൻ്റെ ആ ഘനഗംഭീരമായ ശബ്ദത്തിൽ അച്ചടി മലയാളത്തിൽ പറയുന്ന നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ എന്ന് തോന്നുന്ന ഒരു സാധനമാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു ഫോർമാറ്റ്. പക്ഷേ അവിടെയാണ് സർഗോ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു എന്താണ് ഒരു കാഴ്ച, ഒരു വിഷൻ എന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞ എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവന് ജയറാമേട്ടൻ്റെ അത്രയും വലിയൊരു ഫാനല്ലേ, പുള്ളി പറ്റി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്കത് പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് ജയറാമേട്ടനെ അവനെ കാണിച്ച് നമുക്ക് സ്റ്റേജിൽ തന്നെ കയറ്റി സംസാരിച്ച് ആ ഒരു സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് ചേട്ടൻ വിളിച്ചാൽ പ്രൊഫൈൽ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഞാൻ പ്രൊഫൈൽ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് ചുമ്മാ നമ്മളെല്ലാവർക്കും ചെയ്യുന്ന പോലെ ചുമ്മാ ഒരു പ്രൊഫൈൽ ചെയ്താൽ പോരാ എന്നെനിക്കൊരു ഇത് വരുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ നിന്ന് അന്ന് വണ്ടി പിടിച്ചിട്ട് നേരെ പെരുമ്പാവൂർക്ക് പോയി.
പെരുമ്പാവൂർ പോയി പുള്ളി ജനിച്ച് വളർന്ന ആ തറവാട് വീട്, ആ വീട് ഇപ്പൊ ഇല്ല, അതൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. പക്ഷെ ആ സ്പേസ് അവിടെ ഉണ്ട്, ആ ഒരു മൈതാനം പോലെ ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇവിടെ ആണ് ജയറാമേട്ടൻ ജനിച്ചു വളർന്നത് എന്ന് പറഞ്ഞിട്ട് ആ പെരുമ്പാവൂർ ടൗൺ കവർ ചെയ്ത്, പിന്നെ പുള്ളിയുടെ ഒരു ഫാം ഹൗസ് ഉണ്ട് അവിടെ, ഫാം ഹൗസിൽ പോയി അവിടെ നിന്ന് പറഞ്ഞ് കലാഭവന്റെ മുന്നിൽ പോയി, അങ്ങനെയാണ് പുള്ളി കലാഭവനിലോട്ട് അങ്ങനെ 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 പുള്ളി പഠിച്ച കോളേജിൽ പോയി, കാലടി ശങ്കര കോളേജിൽ പോയി. അപ്പം ശരിക്കും ആസ് എ ജയറാം ഫാൻ എനിക്കൊരു തീർത്ഥയാത്രയായിരുന്നു ജയറാമേട്ടൻ്റെ ജീവിതത്തിലൂടെ ഉള്ളൊരു തീർത്ഥയാത്ര തന്നെയായിരുന്നു അത്. അപ്പം അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തുകൊണ്ടുമായിരിക്കാം അത് അന്ന് അവിടെ പ്ലേ ചെയ്തു. ജയറാമേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ആ സാധനം ഇങ്ങനെ സ്ക്രീനിൽ ഒരുപാട് പറയുന്നുണ്ടോ? ഞാൻ കേട്ടോണ്ടിരിക്കുക, വിഷ്വലൈസ് ചെയ്യാം നമ്മള്. ഓക്കെ, ഞാനവിടെ ഈ സാധനം അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വെളുപ്പിനെ ഞാനും വൈഫും കൂട്ടുകാരും എല്ലാവരും കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ജയറാമേട്ടൻ അവിടെ എത്തി, എപ്പോഴത്തും ഇങ്ങനെ വിളിച്ച് ചോദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി അവിടെ എത്തി, ടൈം പറഞ്ഞു, അത് മാറി വന്നു. അങ്ങനെ വൈകിട്ടായി. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജയറാമേട്ടൻ എപ്പോൾ വരുന്നൊരു പിടുത്തമില്ല. അപ്പോൾ മേക്കപ്പ് റൂമിൽ ഇങ്ങനെ TV വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് TV ഒരു ഇരുട്ടിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. പുള്ളി ഇങ്ങനെ ആ സ്റ്റേജിൽ, ഞാൻ ഈ മേക്കപ്പ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ അന്തം വിടും. എന്നിട്ട് ചേട്ടാ ജയറാമേട്ടൻ വന്നില്ല, എപ്പോഴാണ് എൻട്രി? അപ്പം പറഞ്ഞു, ചേട്ടാ വേറെ 1-2 സ്കിറ്റ് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ക്ഷമ നശിച്ച് കണ്ടോണ്ടിരിക്കുക. അപ്പോൾ ഒരു 5-5:30 പുള്ളി വിളിച്ചടാ വാ, അടുത്ത് നമ്മളെ സാധനമാണ് കയറാൻ പോണ വാന്ന് പറഞ്ഞിട്ട് ഹരിശേട്ടൻ വിളിച്ചിട്ട് എന്നെ ആ സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അപ്പം ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അകത്ത് ആ സ്ക്രീനിൽ പുള്ളിയുടെ ലൈഫ് ഇങ്ങനെ കാണിക്കുന്നു. ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് ഞാൻ കാണുന്നില്ല. ഞാൻ ഇത് കണ്ടിട്ട് തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം അത് കഴിഞ്ഞ് വർഷം വന്നിട്ട് ഇതാണ് ജയറാമേട്ടൻ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പുള്ളി, എനിക്ക് ഇയാളൊന്ന് കാണാൻ പറ്റുമോ, ഇവിടെ ഉണ്ടോ, കാണാൻ പറ്റുമോ? ഓ, ഞാൻ നിന്ന് എനിക്കങ്ങോട്ട് രോമാഞ്ചം കൊണ്ട് വയ്യ. അപ്പോൾ വർഷം പറയണം ഇവിടെ ഉണ്ട് കേട്ടോ, ഇപ്പം വിളിക്കാന്ന് പറഞ്ഞ് എൻ്റെ പേരിങ്ങനെ ഉറക്കെ വിളിക്കുന്നു. ഞാനിങ്ങനെ വിറച്ച് നടന്നു വരുമ്പോഴത്തേക്കും തന്നെ ജയറാമേട്ടൻ സീറ്റിൽ നിന്ന് എണീറ്റ് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ എന്നെ കൊണ്ട് സ്റ്റേജിൻ്റെ നടുക്ക് കൊണ്ട് നിർത്തുന്നു. അത്രയപ്പോൾ തന്നെ ഞാൻ തീർന്നു. കാരണം അടുത്ത് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ ഒരു വർക്ക് കണ്ടിട്ട് നമുക്ക് പുള്ളിയോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളെ കൂടെ വിളിച്ച് ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ട് തന്നെ ഞാൻ സ്പീച്ച്ലെസ് ആയിപ്പോൾ. എനിക്കൊന്നും സംസാരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കൺട്രോൾ പോയി കരഞ്ഞപ്പോഴത്തേക്കും അപ്പോഴേക്കും പുള്ളി പിന്നെ കെട്ടിപ്പിടിക്കുന്നു, വയ്ക്കുന്നു. ഈ പറയാൻ വയ്യ. എല്ലാം പാട്ടാണല്ലേ, പാട്ട് വർത്താനമാണ് ഇതിനെല്ലാം അത് തുടങ്ങാൻ കാരണമായ ഒരു മൊമെന്റ്. സർഗോ സാറിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നിയ ഒരു മൊമെന്റ് എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ സ്റ്റാർ സിംഗറിന്റെ വേദി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരുന്ന ഒരു വേദിയാണ്. ഇപ്പൊ ഭവിന്റെ കാര്യങ്ങളായിരുന്നാലും അവന്റെ വീടും അതെല്ലാം ആ പ്രോബ്ലംസ് എല്ലാം അവിടെ സോൾവ് ആയി. ഋതികൊക്കെ ആയിരുന്നാലും ആ പഠിത്തത്തിന്റെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. എനിക്കായിരുന്നാലും ജയറാമേട്ടനെ കാണാൻ പറ്റി, വിദ്യാജിയെ, അങ്ങനെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇങ്ങനെ പൂവണിഞ്ഞൊരു വേദിയായിരുന്നു സ്റ്റാർ സിംഗർ സീസൺ 9. വിദ്യാജി ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് നേരത്തെ തന്നെ ദിവ പറഞ്ഞിട്ടുണ്ട്. വിദ്യാജിയെ കണ്ട ഒരു മൊമെന്റ് എന്തായിരുന്നു? വിദ്യാജിയോട് എന്താ സംസാരിച്ചത്? ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈ സ്റ്റാർ സിംഗറിൽ വരുമ്പോഴല്ല വിദ്യാജി ആദ്യമായിട്ട് കാണുന്നത്. ഇതിന് മുന്നേ ഞാൻ ഡയറക്ഷൻ ആയിരുന്നു ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മ്യൂസിക് വീഡിയോ ഞങ്ങൾ വിദ്യാജി ഫാൻസ് ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് വിദ്യാജിയെ കൊണ്ട് മ്യൂസിക്, അപ്പോഴും വിദ്യാജി അത്ര ഒരു മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് 2018-19 ആ സമയത്താണ് ഒരു ഗ്യാപ്പും കാര്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി നമ്മൾ ഈ ഉത്തമ വില്ലനിൽ പറയില്ലേ വിദ്യാജി എന്താണെന്ന് ഇവിടെ ഉള്ളവർ കാണിച്ചു കൊടുക്കുക, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഫാൻസ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഒരു പ്രോജക്റ്റ് ഓണാക്കി. അങ്ങനെ വിദ്യാജിയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം നമ്മൾ ചെന്നൈയിൽ പോവുകയാണ്. പോയി വർഷവല്ലകിയിലോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആ വർഷവല്ലകിയുടെ ഇതേപോലൊരു റിസപ്ഷൻ പോലത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജനലിൽ ഇങ്ങനെ ചെറുതായിട്ട് തുറന്ന് കിടപ്പുണ്ട്. ഒരു 6:30 ആയി കാണും. ഈ ഒരു വെള്ള ഇങ്ങനെ പോകുന്നുണ്ട് ജനലിൻ്റെ സൈഡിൽ കൂടെ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രധാരി ഇങ്ങനെ കയറി വരുന്നു. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പുള്ളി ആ വാതിലുണ്ടല്ലോ, വാതിലുമേൽ ഇങ്ങനെ കൈ വന്നു. അതിലിങ്ങനെ ഒരു മോതിരം ഇങ്ങനെ തിളങ്ങുന്നു. അതിങ്ങനെ വെച്ചിട്ട് തുറന്നു മാറ്റി കയറി വരുന്നു വിദ്യാജി. ഓ, ഞാൻ ഇത്രയും കാലം കേട്ട പാട്ടും മ്യൂസിക്കും അതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എണീറ്റ് ഓക്കെ പുള്ളി പരിചയപ്പെടുന്നു. അങ്ങനെ കമ്പോസിങ് റൂമിനകത്ത് കയറി ഒരു തറയിലൊരു മെത്തേക്ക് വിരിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുക. തറയിൽ ഹാർമോണിയം ഉണ്ട്, നമ്മളിരിക്കുന്നു, സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. വിനായകാണ് വരി എഴുതിയത്. പുള്ളി ഇങ്ങനെ പഴയ പാട്ടുകൾ എന്തും വന്നില്ല, ഞാനിങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ പാട്ടൊക്കെ പുള്ളി ഹാർമോണിയം പ്ലേ ചെയ്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു 6:30 തുടങ്ങിയ പരിപാടി 12 മണിയായി തീർന്നപ്പോൾ
അത്രയും സമയം ഇവിടെ ഇരുന്ന് പുള്ളി പഴയ പാട്ടുകളെ പറ്റി സംസാരിക്കുന്നു, ഇങ്ങനെ ഹാർമോണിയം വെച്ച് പ്ലേ ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു 5 മിനിറ്റിൽ കമ്പോസിങ് കഴിയും. അതെപ്പോഴാണ് കമ്പോസ് ആയതെന്ന് പോലും പിടികിട്ടിയില്ല. ഒരു ജസ്റ്റ് ഇങ്ങനെ പുള്ളി പല പല പാട്ടുകൾ ഇങ്ങനെ പാടി പാടി പെട്ടെന്ന് ഇങ്ങനെ ട്യൂൺ എടുത്തിട്ട് അതിങ്ങനെ എഴുതി വെക്കും. ട്യൂൺ ആ സാധനം ഇങ്ങനെ എഴുതി വെക്കും. എനിക്കത് മനസ്സിലായില്ല എന്താണ്. എന്നിട്ട് പിന്നീട് വിനായക് പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് നാട്ടിൽ നിന്ന് എല്ലായിടത്തു നിന്ന് ഫാൻസ് ഒക്കെ വരും അവിടെ. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക പരിഗണനയാണ്. നമ്മൾ തലേദിവസം ഫുള്ള് വിദ്യാജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ മുമ്പിലൊരു നമ്മളെ പുള്ളി കണ്ടു ഒരു ഡയറക്ടർ സാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി വിനായക് വരിയൊക്കെ എഴുതി അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്ന് മാർച്ച് 2-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. തിരിച്ചു വന്നു. 16-ാം തീയതി ലോക്ക്ഡൗൺ ആയി. പിന്നെ പരിപാടി അങ്ങനെ പോയി. പിന്നെ അത് പതുക്കെ 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 നമ്മളെ കൈവിട്ട് പോകാൻ തുടങ്ങി. പിന്നെ അതങ്ങ് പോയി. അങ്ങനെ ആ ഒരു എന്താണ് അങ്ങനെ ഒരു കാരണം ഈ കോവിഡ് കാലം മൊത്തം നമ്മൾ കടന്നത് നോക്കി മുന്നിൽ ഈ ഒരു സാധനം മറ്റേ ദിലീപ് പറയുന്ന പോലെ മുന്നിലൊരു വെട്ടം കണ്ടിരുന്നു എന്ന് പറയുന്ന പോലെ ഈ ഒരു സാധനം മുന്നിൽ കണ്ടിട്ടാണ് ഈ കോവിഡ് കാലം മൊത്തം നമ്മളിങ്ങനെ കടന്നു വന്നത്. കടന്നു വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അവസരത്തിൽ അത് ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാനൊരു ലോലനാണ്, സഹിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. അങ്ങനെ മെൻ്റലി തകർന്ന് ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ പാട്ട് വർത്താനം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഒന്ന് സ്വയം നമ്മളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടി, മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തുടങ്ങുന്നത്. അത് ലൈഫ് മാറ്റി. ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തായിരുന്നു സംഭവം? അത് ബാക്ക്ഗ്രൗണ്ടിൽ കഥകൾ പറയുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് മാതിരി തെറ്റുകൾ പെട്ടെന്ന് പാടുന്ന, പിന്നെ ചില എല്ലാ വരികളും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പം ടങ് ട്വിസ്റ്റർ തന്നെ, ഇപ്പോൾ കളകളം ഒഴുകും ഒരു അരുവിയിൽ അല്ലെങ്കിൽ ഒരു പുളകം, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അതേപോലെ ചില വരികളൊക്കെ പോയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് പറയുന്നത് പോലെയും ഒപ്പം തന്നെ അതിനകത്ത് വരുന്ന മിസ്റ്റേക്സ്, നമ്മൾ പാടുന്ന രീതി ഒക്കെ മാറ്റണമെങ്കിൽ കുറേ കൂടെ ഇങ്ങനെ അതിനെ പുറകെ ഫോളോ ചെയ്യണ്ടേ. ഫസ്റ്റിൽ ഏതാ ശ്രദ്ധിച്ചു തുടങ്ങിയത്? ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് എന്റെ റീലുകൾ. വ്രീളാവതിയായി എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ കോടമഞ്ഞിൻ താഴെ കൈതപ്രം സാറേ. ഞാൻ ഈ പറഞ്ഞാൽ വേറൊരു പണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. രാവിലെ എണീക്കും, എന്തെങ്കിലും കണ്ടന്റ് സ്ക്രിപ്റ്റ് ആക്കും, വൈകിട്ട് പോകും, ഷൂട്ട് ചെയ്യും, രാത്രി ചെയ്തിടുന്നു. ഇത് തന്നെയായിരുന്നു ഡെയിലി പരിപാടി. അപ്പം അങ്ങനെ ജനുവരിയിലാണ് തുടങ്ങിയത്. ജനുവരി തുടങ്ങി ഫെബ്രുവരി പകുതിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഈ കോടമഞ്ഞിലിന്റെ റീല് ചെയ്യുന്നത്. അപ്പം അതിൽ ഈ വ്രീളാവതി എന്നുള്ള വാക്ക് പലരും പലതായിട്ട് പാടി കേട്ടിട്ടുണ്ട്. ഞാനും തന്നെ പണ്ട് വേറെന്തൊക്കെയാണ് പാടി നടന്നിരുന്നത്. അപ്പൊ അത് പറഞ്ഞ് ചെയ്ത ആ വീഡിയോ ആണ് ആദ്യമായിട്ട് 1 മില്യൺ അടിക്കുന്നത്. അത് കണ്ടിട്ട് പേജിൽ കയറി നോക്കിയപ്പോൾ ഇവൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വീഡിയോസ് ആയിട്ട് ആളുകൾ കണ്ടു. അങ്ങനെ റീച്ച് കയറി. ഒരു 3 മാസത്തിൽ ഒരു 1 ലക്ഷം ഫോളോവേഴ്സ് അങ്ങനെ പോയി. കൈതപ്രം സാറിന്റെ അനുഗ്രഹത്തിൽ കൈതപ്രം സാറിന്റെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സുമുഹൂർത്തമായി സ്വസ്തി. അതില് എന്താ രസം എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫസ്റ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് സൂര്യചന്ദ്രന്മാർക്ക് രാമസാമ്രാജ്യമേ, ദേവകളെ, മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, പൂക്കളെ, അത്രയ്ക്കും സങ്കടമുണ്ട്. സീത വിടവാങ്ങുന്ന സമയത്തുള്ള അവളുടെ സങ്കടം, അതുകൊണ്ടാണ് എല്ലാത്തിനെയും അഡ്രസ് ചെയ്യുന്നത്. പൂക്കളെ, ഭൂമിദേവി, എല്ലാത്തിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അവൾ പറയുന്നുണ്ട്, ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയും വലിച്ചെറിഞ്ഞു, രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിൽ അങ്ങ് എന്തിനു വെറുതെ പതിച്ചു വെച്ചു, എന്റെ അനുരാഗത്തെ ചെങ്കോൽ തുരുമ്പിൽ എന്തിനു പതിച്ചു വെച്ചു എന്ന് പറയുന്ന സാധനമാണ്. ഇതിന്റെ അവസാനം കൈതപ്രം സാറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ സാറ് പറയുന്നുണ്ട്, ശരിക്കും സീത കിണറ്റിച്ചാടി ആത്മഹത്യ ചെയ്തതാവാം, പക്ഷെ നമുക്ക് രാമായണത്തെ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? സാർ അത്രയും ഭയങ്കര വിപ്ലവം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് സാറിന്റെ ഉള്ളില്. അത് ഭയങ്കര രസമുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാ കൈതപ്രത്തിന്റെ? കൈതപ്രം സാറിന്റെ ദൂരെ ദൂരെ സാഗരം, ദൂരെ ദൂരെ, അത് ഭയങ്കര രസമാണ്. നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് അതിൽ ചില ഫ്രേസസ് ഒക്കെ ഉണ്ട്. ഈ മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ, അങ്ങനെയുള്ള ഭയങ്കര രസമായിട്ടുള്ള, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രഷനിലാണെങ്കിൽ നമുക്ക് കേട്ടൊന്ന് ഓക്കെ അങ്ങനെ ഒരു സുഖിക്കാൻ പറ്റിയ പാട്ടാണ്. അതുപോലെ തന്നെ ഇത് മൗനം സ്വരമായി ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ്. പിന്നെ വേറെ ഏതൊക്കെയുണ്ട് ഓർക്കുമ്പോൾ? പിന്നെ പാതിരാമഴയേതോ, അതെ, പാതിരാമഴയേതോ നല്ലതാണ്. പിന്നെ കണ്ണകീല പാട്ടുകൾ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ,
അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളി എല്ലാ റേഞ്ചും എഴുതുമല്ലോ, എനിക്ക് അതാണ് കൂടുതൽ നമുക്കൊരു ആകർഷണം. ഏത് ലെവൽ വേണമെങ്കിലും പുള്ളി ഇപ്പോൾ രാക്ഷസി എഴുതും, ലജ്ജാവതി എഴുതും, സുമുഹൂർത്തം എഴുതും. ഓ സൈനബ എഴുതുന്ന ഇപ്പം എന്താ പറയാ, നമ്മുടെ BKP പടത്തിലൊരു പാട്ടുണ്ടല്ലോ, BKP ഏതാ, മുല്ലവള്ളി. അതിനകത്ത് ഇംഗ്ലീഷ് പാട്ട് അല്ല, മറ്റേതില് മുല്ലവള്ളിയും തേന്മാവില്ല, വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ എം തിങ്കിങ്, അത് ഇത് റാഫി മക്കാർട്ടി, സത്യം സുന്ദരത്തിനകത്ത് ആ ജോണർ പോകുമ്പോ തന്നെ ആ മനുഷ്യനാണ് ഈ എന്താ പറയാ അമരത്തിലെ പാട്ട് വികാരം നോക്കി, അതിനകത്ത് കണ്ണീരുപ്പ് കലർന്ന വേളിപ്പുട ഒരുങ്ങി എന്ന് പറയുന്ന സാധനം എഴുതുന്ന മനുഷ്യൻ തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എഴുതുന്നത് എന്നുള്ളത് അസാധ്യമായിട്ടുള്ള എഴുത്താണ്. അതേപോലെ ദിവയ്ക്ക് വിദ്യാസാഗറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വിദ്യാസാഗർ പാട്ടുകളെ കുറിച്ച് അത്യാവശ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വിദ്യാസാഗർ ആസ്വാദനത്തിൽ ശരിക്കും ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലാതെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലതും എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ചില ഇഷ്ടങ്ങളുണ്ടാവും. ദിവയ്ക്ക് ഇഷ്ടപ്പെട്ടത് ദിവയുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ ഏതൊക്കെയാ വിദ്യാസാഗർ പാട്ടുകൾ? പേഴ്സണൽ ഇഷ്ടങ്ങൾ അമ്പാടി പയ്യകളാണ്. അമ്പാടി പയ്യ കാരണം അതൊക്കെയാണ് ഞാൻ കൊച്ചിലെ മാമന്റെ കല്യാണ കാസറ്റിൽ കേൾക്കുന്ന അമ്പാടി പയ്യകൾ, പിന്നെ മിഴിയറിയാതെ വന്ന നീ, അതൊക്കെയാണ്. പിന്നീട് ഈ വിദ്യാജി ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നാൻ കാരണമായ ചില പാട്ടുകളുണ്ട്. ഒന്ന് മിസ്റ്റർ ബട്ട്ലറിലെ വിരഹിണി രാധ എന്ന് പറയുന്ന പാട്ട്, അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അത് എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ ഇലവങ്കോട് ദേശത്തിലെ പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ്. എങ്ങു നിന്ന് ഈ സുഖം തയ്യാലും ONV സാറുമായിട്ട് 2-3 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. ONV സാറുമായിട്ട് ഇലവങ്കോട് ദേശത്തിലെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ മകൻ പടം അത്ര വലിയ ഹിറ്റൊന്നുമല്ല, പക്ഷെ അതിലെ നിലാത്തുമ്പി വരുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളതങ്ങ് ഉറങ്ങിപ്പോവും ആ പാട്ട് കേൾക്കുമ്പോൾ. പിന്നെ അത്രയും സുഖിപ്പിച്ചാണ് ദാസേട്ടൻ അത് പാടിയിട്ടുള്ളത്. അതും ഇതേപോലെ ഒരു അത്ര വന്നിട്ടില്ലാത്ത കോമ്പോയാണ്. S രമേശൻ നായർ സാറാണെന്ന് തോന്നുന്നു ദൈവത്തിന്റെ മകൻ. S രമേശൻ നായർ സാർ വിദ്യാജി കോമ്പോയിൽ വന്നതാണ് ആ പാട്ടൊക്കെ. അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ ഇഷ്ടം. പിന്നെ പകലൊന്നു മാഞ്ഞ വീതിയില്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. നീലത്താമരയിൽ. ഇതെല്ലാം വ്യത്യസ്തമായ പാട്ടുകളാണ്. വ്യത്യസ്തമായി ചോദിച്ചോണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. വിദ്യാജിയുടെ സോക്കോൾഡ് പാട്ടുകള് ഇപ്പം എന്റെ ഇന്നും വന്നില്ല, അതൊക്കെ ചർച്ചകളിൽ വരാറുണ്ട്. ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നു ഞാനൊരു ഈ പറഞ്ഞ പോലെ 98-99 സമയത്താണ് വിദ്യാജിയുടെ പാട്ടുകൾ കേൾക്കുന്നത്. ഈ കല്യാണ കാസറ്റ് തന്നെയായിരുന്നു അപ്പോഴത്തെ മെയിൻ നമ്മുടെ ഒരു സ്രോതസ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ ആണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ഈ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാട്ടുകളും ചെയ്തിട്ടുള്ളത് ഒരൊറ്റ ഒരാളാണ്, വിദ്യാജിയാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റിലാണ് ദൈവമേ ഇയാൾ ഇത്രയും വലിയൊരു സംഭവമായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പിന്നെ പുള്ളിയുടെ എനിക്ക് പഴയ ഒരു ഡയറി ഒക്കെ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ എഴുതി വയ്ക്കുന്നത്. അതിലിങ്ങനെ വിദ്യാജിയുടെ ഓരോ പടങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കും. എന്നിട്ട് പത്രത്തിലൊക്കെ വരുമ്പോൾ അതൊക്കെ ഓക്കെ ഇന്ന പടം വിദ്യാജിയാണ്, ഓക്കെ അപ്പോൾ അടുത്ത് ഈ ഒരു പടം വരും. അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. നാടോടി മന്നനൊക്കെ അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ പടം വന്നത്. പിന്നെ അതിൽ അത്ര നല്ല ഒരു വിദ്യാജിയുടെ റേഞ്ച് എന്ന് പറയാൻ പറ്റുന്ന പാട്ടുകളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരാശകളും ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ് ഒരു സാഗരമാണ്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് പാട്ടുകൾ ഉണ്ട് തമിഴിൽ. സിനിമകൾ ഫ്ലോപ്പായതിന്റെ പേരിൽ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ ആരോ വിരൽ മീട്ടിയായിരുന്നാലും അത് ശരിക്കും ആദ്യം തമിഴിലാണ് കമ്പോസ് ചെയ്യുന്നത്. അതുപോലെ ഈ തെലുങ്കിലും ഉണ്ട്. നമ്മുടെ എന്നും എപ്പോഴും പാട്ടൊക്കെ പുള്ളി 90കളിൽ തെലുങ്കിൽ ചെയ്ത പാട്ടാണ്. പുലരിപ്പൂ പെണ്ണെ എന്ന് പറയുന്ന പാട്ട് തെലുങ്കിൽ ഉള്ള പാട്ടാണ്. അങ്ങനെ ചില പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോഴും തപ്പി തീർന്നിട്ടില്ല. എനിക്ക് വിണ്ണിലെ പൊയ്കയിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പല പാട്ടുകളും ഇപ്പൊ ആരോ ഒക്കെ ഇഷ്ടപ്പെടുമ്പോഴും നമ്മള് ഈ വിണ്ണിലെ പൊയ്കയ്ക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളിലൊന്നായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ പാട്ടുകളും കേൾക്കും. ഈ പറയുന്ന പോലെ കോൺവെർസേഷനിൽ ഞാൻ ഉൾപ്പെടുത്താതെ പോയതാണ്. ആദ്യം കാണുന്ന സമയത്ത്, വിദ്യാർത്ഥി കാണുന്ന സമയത്ത് എല്ലാവരുടെ പാട്ട് ഞാൻ എല്ലാം ചോദിച്ചു. പക്ഷെ അവസാനം എന്റെ പാട്ട് ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്ക് തങ്കത്തിങ്കൾ തിരിയായി തെളിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യഘട്ടത്തിൽ വരുന്ന പാട്ടുകളിലൊന്നാണ്. അപ്പം ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. പിന്നെ രണ്ടാമത് കണ്ടപ്പോ വീണ്ടും ചോദിച്ചു. രണ്ടാമത് കണ്ടപ്പോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം കുറെ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് കുറെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ പുള്ളിക്ക് മനസ്സിലായി വിടാൻ തയ്യാറല്ല. അപ്പൊ പറഞ്ഞു 3 മണിക്കൂർ കൊടുത്താലേ അവൻ ചോദിച്ചോളൂ. അങ്ങനെ പറഞ്ഞത്
രസമുള്ള അനുഭവമാണ് ഇതൊക്കെ. പാട്ട് സമ്മാനിക്കുന്നതാണ്, ഒരു പാട്ട് വർത്താനത്തിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു കുറെ മൊമെന്റ്സ് ആണ്. അതേപോലെ ഈ ചിലരൊക്കെ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ കൈതപ്പുറം സാർ തന്നെ, ഞാൻ കൈതപ്പുറം സാറിനെ ഇടയ്ക്ക് സംസാരിക്കാം, ഫോണിൽ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂ കൂടെ സാറിൻ്റെ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അന്ന് നമ്മൾ ഭയങ്കര സ്പീഡിലാണ് സംസാരിച്ചത്, അപ്പം എല്ലാവർക്കും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറിന്റെ പാട്ടിനെ അനലൈസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ സാറ് കുറെ പാട്ടൊക്കെ ഡീകോഡ് ചെയ്ത് തരണമെന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കാം വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ സുജുവിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, സുജാത ചേച്ചിയുടെ ശ്വേതയുടെ ഒരു ഇന്റർവ്യൂ അത് കണ്ടിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ശരത് സാറിന്റെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ജോൺസന്റെ വൈഫില്ലേ അതും കണ്ടു. അപ്പൊ ഇത് പറയുന്നത് ആരാണെന്നുള്ളതാണ് മനസ്സിലായോ. ഇതൊരു സാധാരണ പ്രേക്ഷകൻ പറയുന്നതല്ല എന്നുള്ളതാണ്. അപ്പൊ സാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് അറിയുമ്പോഴേ നമുക്കൊരു അപ്പോഴേ നമ്മൾ ഇനി ചെയ്യുമ്പോഴേ നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ്. കാരണം ഒരു ക്രിയേറ്റർ ആണ് ഇത് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേടി ദിവയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഉണ്ട്, എപ്പോഴും ഉണ്ട് ആ പേടി. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോഴും മാക്സിമം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ കയ്യിൽ വെച്ചിട്ട് ചെയ്യാറുള്ളൂ. ഇപ്പം സ്റ്റാർ സിംഗറിൽ ആയിരുന്നാലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശിങ്കാരവേലനെ ദേവ എന്ന് പറയുന്ന 50-കളിലോ 60-കളിലോ വന്ന പാട്ടാണ്. ഞാൻ ഡീറ്റെയിൽസ് ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ അതിൽ പാട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജാനകിയമ്മ പാടിയ പാട്ടാണ്. പക്ഷെ ആ സമയത്ത് നാഗസ്വരത്തിന് ഭയങ്കര ഒച്ചയില്ലേ, അപ്പോഴ് ഒരു മുറിയിലിരുന്നാണല്ലോ ഫുൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നാഗസ്വരത്തിനോടൊപ്പം നമുക്ക് പാടാൻ പറ്റില്ലല്ലോ, അത് ഭയങ്കര ശബ്ദമല്ലേ, ഒച്ചയല്ലേ. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ രണ്ടായിട്ട് റെക്കോർഡ് ചെയ്ത് ചേർത്ത ഒരു പാട്ടാണ് അതെന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചായിരുന്നു. അപ്പം ചിത്ര ചേച്ചിക്ക് അതിലൊരു ഡൗട്ട് വന്നത് ആ സമയത്ത് അങ്ങനെ ഒന്നും പോസിബിൾ അല്ല എന്ന് അവിടെ പറഞ്ഞു. എന്നിട്ട് സർഗോ സാറിനോട് പറഞ്ഞു, സർഗോ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ചിലപ്പോൾ അത് പ്രശ്നമാവും, കാരണം ആ സമയത്തൊന്നും അങ്ങനെ ഇല്ല, ഇന്റർവ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സർഗോ സാർ എന്നെ വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഇല്ലെന്നാണല്ലോ പുള്ളിക്കാരി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട് സാർ, ജാനകിയമ്മ പറഞ്ഞിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് ജാനകിയമ്മ പറഞ്ഞ സാധനം പുള്ളിക്ക് ഞാൻ ആ ക്ലിപ്പ് എടുത്ത് തപ്പി അയച്ചു കൊടുത്തു. അപ്പോഴേക്കും ചിത്ര ചേച്ചി ഡയറക്റ്റ് ജാനകിയമ്മയെ കോണ്ടാക്ട് ചെയ്തിട്ട് സർഗോ സാറിന് സർഗോ അത് ഉള്ളത് തന്നെയാണ്, ഞാൻ ജാനകിയമ്മയോട് ചോദിച്ചിരുന്നു. അപ്പം അത് അങ്ങനെ തന്നെയാണ്, രണ്ടായിട്ടാണ് ചെയ്ത് അവര് മിക്സ് ചെയ്തതെന്ന് ജാനകിയമ്മ പറഞ്ഞു, അതുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ചിത്രയാണ് വന്നിരുന്ന് കാണുന്നത് നമ്മുടെ ഫേസ്, നമ്മൾ പറയുന്നത് എല്ലാ ആഴ്ചയും. അപ്പം അത്രയും ശ്രദ്ധിച്ചേ പറയാറുള്ളൂ. ഇനി അഥവാ പറയാനൊന്നും കിട്ടിയില്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് പ്രശ്നമാകുന്നതിനേക്കാൾ അറിയില്ല ഇല്ല എന്നൊക്കെ സമ്മതിച്ചാൽ മതിയല്ലോ. ഇതേപോലെ ഫാക്ട്സ് എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശിബുചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ശിബുചേട്ടൻ പറഞ്ഞതാണ് മറ്റേ 14 അതെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആ സാധനം ഗിരീഷേട്ടന്റെ പേരിലാണ് കിടക്കുന്നത്, സാർ എഴുതിയതാണ്. ഞാൻ പുള്ളി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളൊക്കെ പറഞ്ഞു. പക്ഷേ ശരിക്കും അത് ശിവചേട്ടൻ എഴുതിയതാണ്. അതെ, അത് ഇദ്ദേഹം തന്നെ ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. എല്ലായിടത്തും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ക്രെഡിറ്റിലാണ് കിടക്കണെന്നുള്ളത്. ക്രെഡിറ്റ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഭയങ്കര റിസ്ക് ഉള്ള പ്രോസസ്സാണ്. പക്ഷെ ചില പാട്ടുകൾ ഓസിന് കിട്ടിയിട്ടുണ്ട്. മിന്നാരത്തില് പോയിട്ട് എഴുതിയില്ല, ശിവചേട്ടൻ പോയി അവിടെ കിടന്ന് ഉറങ്ങി, ഗിരീഷേട്ടനാണ് എഴുതിയത്. പക്ഷെ പേര് വന്നപ്പോൾ പക്ഷെ അതിലൊരു പ്രശ്നവും വന്നിട്ടുണ്ട്. ഈ വേറൊരു പാട്ടിൽ തമ്പി സാറിന്റെ പാട്ടിന് ശിവചേട്ടന് ക്രെഡിറ്റ് കിടപ്പുണ്ട്, ഈ മറ്റേ അക്കരെ അക്കരെ അക്കരെ. അപ്പം പ്രശ്നം ഞാനും അത് ഇടയ്ക്ക് അത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. ശ്രീമാനൻ തമ്പി ആണോ ഷിബു ചക്രവർത്തി? അത് ശരിക്കും ശ്രീമാനൻ തമ്പി സാർ തന്നെ എഴുതിയത്, തമ്പി സാർ എഴുതിയതാണെന്ന് ശിവചേട്ടൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഫാക്ട്സ് ഭയങ്കര ക്രോസ് ചെക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ തന്നെ പന്തളം ബാലൻ സാറിന്റെ ഇന്റർവ്യൂവിന് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ചില വർഷങ്ങളും പാട്ടുമൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക. പക്ഷെ അവിടെ ചെന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത്, ക്രോസ് ചെക്ക് ചെയ്യല്ല, ഇന്റർവ്യൂ തന്നെ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ വർഷം തെറ്റായിരുന്നു. മനസ്സിലാവും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് ആധികാരികത ഇല്ലാത്ത വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. വലിയൊരു ജോലിയാണല്ലോ അത്. അബദ്ധം പറ്റുമ്പോഴത്തേക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞ് മാറ്റിയിട്ടും കാര്യമില്ല. കാരണം അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ വരി തെറ്റിച്ച് പാടും പോലെ. അതെ, ഈ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങളൊക്കെ ഇല്ലേ, ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യണമല്ലോ. മെയിൻലി ഏത് വഴിയാണ്, എന്ത് സോഴ്സാണ് ഉപയോഗിക്കുന്നത്? ഇന്റർവ്യൂസ് തന്നെയാണ്. നിങ്ങളെ പോലുള്ളവരുടെ ഒക്കെ ഇന്റർവ്യൂസ്,
പിന്നെ പുസ്തകങ്ങൾ, ഇവരൊക്കെ തന്നെ പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ശ്രീമാൻ തമ്പി സാറൊക്കെ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഇവരുടെ ഫുൾ എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കാണും. ഇപ്പം സ്റ്റാർ സിംഗറിൽ എനിക്ക് തമ്പി സാറിൻ്റെ പാട്ട് ഏതെങ്കിലും വന്നാൽ ഞാൻ നേരെ തമ്പി സാറിൻ്റെ പുസ്തകം എടുക്കും. പുസ്തകം എടുത്തിട്ട് മറിച്ച് നോക്കുമ്പോൾ അതിൽ ഉണ്ടാവും. കാരണം പുള്ളി എനിക്ക് അതൊരു അതിശയമാണ് കേട്ടോ. ശ്രീമാൻ തമ്പി സാറിൻ്റെ ഓർമ്മശക്തി എന്ന് പറയുന്നത്, പുള്ളി ഈ പ്രായത്തിലും 19 വർഷം മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ലൈവായിട്ട് പറയും. നമുക്കതിങ്ങനെ നേരിട്ട് കാണാം, എങ്ങനെ ഇത്രയും ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇന്നലെ നടന്ന കാര്യം പോലും നമുക്ക് ഓർമ്മയില്ല. എന്താണ് ചോദിച്ചത്? സോഴ്സ്. അതെ അതെ അതെ, ഈ പുസ്തകങ്ങൾ, ഇന്റർവ്യൂസ് ഒക്കെ തന്നെയാണ്. പിന്നെ ചിലത് നമ്മൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാറുണ്ട്. നമ്മൾ അത്രയും പരിചയമുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചോദിച്ചാൽ നമ്മൾ അറിയാവുന്നവർ നമ്മളടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുള്ളവരടുത്ത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അതിനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇടിച്ചു കയറാനും അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു വേദി കിട്ടാറുണ്ട്. ഇപ്പോൾ കുറെ പെർഫോമൻസ് അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫാക്ട്സ് ഒക്കെ മനസ്സിലുണ്ടെങ്കിലും അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. സംസാരത്തിലൊക്കെ അങ്ങനെ ഒരു പ്രസംഗമൊക്കെ അവർ ദിവയിൽ നിന്ന് പ്രതീക്ഷിക്കും, പാട്ട് വർത്താനം പോലെ. അതിനകത്ത് എഡിറ്റിംഗ് ഒന്നും പറ്റില്ല. ആ സമയത്ത് എന്താ അപ്പം എന്ത് കസർത്ത അവിടെ നടത്തുക? അറിയില്ല. ഞാൻ കൂടുതലും അങ്ങനെ ലൈവായിട്ട് സംസാരിക്കുന്ന വേദികളിൽ പ്ലാൻ ചെയ്ത് പോകാറില്ല. നമ്മളപ്പോഴ് അതിങ്ങനെ വളരെ അധികം തട്ടുകേട്ട് വരാത്ത, ശരിക്കും നമുക്ക് മൈൻഡിൽ എപ്പോഴും ഉള്ള ചില കാര്യങ്ങൾ അവതരിപ്പിച്ച് പിന്നെ കൂടുതലും ഇന്ററാക്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. സ്കൂളുകളിലാണ് എന്നെ കൂടുതലും വിളിച്ചിട്ടുള്ളത് പിള്ളേരുടെ പരിപാടികൾക്ക്. അപ്പം പിള്ളേരെയൊക്കെ വിളിച്ച് 1-2 പാട്ടുകളൊക്കെ പാടിച്ച് അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രസകരമായിട്ട് വലിയ തട്ടുകേടില്ലാതെ. ഈ പാറശാലയാണ് താമസം എന്നറിയാം. വീട്ടിലാരൊക്കെയുള്ള എന്തൊക്കെയാ വീട്ടുവിശേഷങ്ങളൊക്കെ പറയും? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്. അച്ഛൻ നാടക നടനായിരുന്നു. പിന്നെ നാടകം ഇപ്പം അറിയാലോ നാടകത്തിന്റെ അവസ്ഥ, അതുകൊണ്ട് പുള്ളി ഇപ്പൊ സീരിയൽ നടനായി. പുള്ളി ഇപ്പോൾ സി കേരളത്തില് ഫ്ലവേഴ്സില് സൂര്യ TV-യിലെ ഹൃദയം എന്ന് പറഞ്ഞൊരു സീരിയലിലുണ്ട്. നേരത്തെ കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു. അച്ഛൻ്റെ പേര് പാറശാല വിജയൻ. പണ്ട് ജോലിയായി സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു. വിജി തമ്പി സാറിന്റെ വംശം, അങ്ങനെ കുറെ സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 50 വർഷത്തോളമായി പുള്ളി നാടകം ഫീൽഡില്. അപ്പൊ അതാണ് പുള്ളിയുടെ കുറെ ട്രോഫികൾ, എന്റെ കുറെ ട്രോഫികൾ. അങ്ങനെ സ്ഥലമില്ല വീട്ടിൽ. അനിയൻ ലൈബ്രറിയനാണ് അവിടെ പാറശാല സ്കൂളിൽ. അവന്റെ ഉള്ളിൽ ഇതുണ്ട്. എന്റെ നേരത്തെ അവസ്ഥയാണ് അവന്റെ. നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം കുഴിച്ചു മൂടിയിട്ട് കാശിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അവനിപ്പോൾ അവസ്ഥയിലാണ്. പിന്നെ അമ്മയുണ്ട്. അമ്മ RD ഏജന്റാണ്. വൈഫ് ഒരു PSC അല്ല പഠിത്തം കോച്ചിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവക്കൊരു ജോലി ഇട്ടിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. മനസ്സിൽ സിനിമാ മോഹമുണ്ട്. ഉണ്ട്. ശരിക്കും ഡയറക്ഷനാണ് ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. നീയൻ സർഗ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ആദ്യം ചെയ്തു. പിന്നെ മീശ മീനാക്ഷി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് ഏകദേശം 10-12 ലക്ഷത്തോളം വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 പാട്ടുണ്ടായിരുന്നു. ഒന്ന് MG ശ്രീകുമാറും ഒന്ന് ഹരിശങ്കറുമാണ് പാടിയത്. പിന്നെ കുറെ മ്യൂസിക് വീഡിയോസ് MJ ചന്ദ്രൻ സാറുമായിട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പാടിയ ഒരു പാട്ട്, താരാട്ട് പാട്ട്. അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പടം എങ്ങനെയും നോക്കണം, അത് നടക്കും. ഈ പാട്ടുവർത്താനത്തിന്റെ ബേസിൽ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് ദിവയോട് കാണിക്കുന്ന ഒരു ഇഷ്ടം ഉണ്ടാവും. അത് പാട്ടുകളുടെ കൂടെ ഇഷ്ടമാണ്. പക്ഷെ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടാവും. ചിലതൊക്കെ ഇങ്ങനെ ഒരു നോളജ് കാണിക്കുന്ന ഒരാളോട്, ഒരു ബുദ്ധിജീവിയോട് തോന്നുന്നൊരു ഇതൊക്കെ ആയിരിക്കും, അട്രാക്ഷൻ ഒക്കെ ആയിരിക്കും. ദിവ എങ്ങനെയാണ് അവരോടൊക്കെ ഡീൽ ചെയ്യുന്നത്? അവരെ എങ്ങനെയാണ് ശരിക്കും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, കുറച്ചൊക്കെ അഭിനയിക്കേണ്ടി വരാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ നമ്മളെ ഈ 2 തരത്തിലുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടാ കൊള്ളാം, നല്ലതാണ്, ആ ഒരു ലെവലാണ്. കാരണം അത് ആ ഒരു ഏജ് ഗ്രൂപ്പും ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. പക്ഷേ നേരെ തിരിച്ച് നമ്മൾ TV-യിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കാണുന്നവരെയും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ആ ഒരു റേഞ്ച് തന്നെ അങ്ങ് മാറി. ഈ കൊച്ചു പിള്ളേർ മുതൽ നല്ല വയസ്സായിട്ടുള്ള അമ്മമ്മമാരും അപ്പന്മാരും വരെ നമ്മളടുത്ത് വന്ന് കണ്ട് സംസാരിക്കും, ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഹോം ടൂർ പോയായിരുന്നു എല്ലാ പിള്ളേരുടെയും വീട്ടിൽ, കേരളം മൊത്തം നടത്തിയതാണ്. ഒരു അപ്പോഴാണ് നമ്മൾ ഈ നേരിട്ട് ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്. അത് ഒരു എന്താണ്, അത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം
പാട്ട് എഴുതിയത് ഞാനല്ല, മ്യൂസിക് ചെയ്തത് ഞാനല്ല, അഭിനയിച്ചിട്ടില്ല. അവരെ പറ്റി ജസ്റ്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ഒരു പറയുന്ന ശൈലിക്കും ആ ഒരു രീതിക്കും ഒക്കെ ആളുകൾ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ചിലർ വന്നിട്ട് സാറേ നമസ്കാരം, ഞാൻ ദൈവം ഈ സാറാ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഞാൻ എന്ത് പറയണം എന്ന് അറിയാം. ആയിപ്പോ ഞാൻ പിന്നെ ഓക്കെ ശരി, ഞാൻ തിരിച്ച് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടും. ചിലർ വന്നിട്ട് അല്ലാതെ കൂളായിട്ട് തന്നെ സംസാരിക്കും. അപ്പം അവരുടെ അടുത്ത് അങ്ങനെ തന്നെ സംസാരിക്കാറുണ്ട്. പിന്നെ ഇതേപോലെ ഹോം ടൂറിന് പോയപ്പോൾ തന്നെ ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒരു സംശയം, എന്താണ് ഏതോ ഒരു പാട്ട്, അതിന്റെ പിന്നിലുള്ള കഥയൊന്ന് പറയാമോ, പെട്ടെന്ന് അങ്ങ് ചോദിച്ചാളത്. നമുക്ക് ഇത് ഇങ്ങനെ മറ്റേ ഇന്നസെന്റ് പറയുന്നതന്നെ മറ്റേ വെള്ളപ്പങ്ങാടിയിൽ വെള്ളപ്പണ്ടാക്കണല്ലിട്ട് ഇംട്ടി ഇംട്ടി അങ്ങനെയല്ലല്ലോ. നമുക്ക് ഇതിന്റെ വലിയൊരു റിസർച്ചും കാര്യങ്ങളില്ല. ചുമ്മാ വായിത്തൊന്നേ വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് അതെനിക്ക് അറിയായിരുന്നോണ്ട് ഞാനത് പറഞ്ഞു, ഇല്ലെങ്കിൽ മാനം പോയേനെ. അങ്ങനത്തെ ഉള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രഷറും കൂടെ ഉണ്ടല്ലോ, നമ്മൾ കുറച്ചുകൂടെ നോളജ് ആർജിക്കേണ്ട ഒരു അവസ്ഥയിൽ. അതെ അതെ അതെ, ആളുകൾ നമ്മുടെ ഇന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലരുടെ വിചാരം ഇയാളൊരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയാണെന്ന്. ഒരു പുണ്ണാക്കല്ല. നമ്മളെ ഒരു തട്ടിമുട്ടി ചെറിയൊരു പടമൊക്കെ ഇട്ട് ഇങ്ങനെ 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 പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്രഷർ കാരണം എന്താണ്, നമ്മൾ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് തന്നെ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതെ അതെ അതെ, അത് ആ രീതിയിൽ അതൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷെ ശരിക്കും ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വന്ന് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിൽ മോഹൻലാലെന്നല്ല, ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ, പുള്ളിയുടെ അടുത്തോട്ട് പോവില്ല. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ഈ അങ്ങനെയുള്ള എൻ്റെ അടുത്ത് പലരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്കത് വലിയ കാര്യമാണ്. അത്ര ഇഷ്ടമുള്ളതുണ്ടല്ലോ ഒരാളടുത്ത് വന്ന്, ഒരു പരിചയമില്ലാത്ത ഒരാളടുത്ത് വന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര ആരാധിക്കുന്ന ആളെ കണ്ടാലും ഞാൻ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകാൻ ഒന്നും മടിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. പക്ഷെ പലരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചില ഫാക്ട്സ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചില സന്തോഷങ്ങളൊക്കെ തോന്നും. ഇപ്പം ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഈ കളകളും ഒഴുകുന്ന ഒരു അരുവിയിലലകളിൽ ശരിക്കും കാസറ്റിൽ സാറിൻ്റെ വോയിസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാസാറാണ് പാടിയിരിക്കുന്നത്. പക്ഷെ സിനിമയിൽ ലാലേട്ടനാണ് പാടിയിരിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ നമുക്ക് പുതുതായിട്ട് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ വലിയ സന്തോഷം തോന്നുന്നത് ചിലപ്പോൾ ഒരാളെ കുറിച്ച് പ്രൊഫൈൽ പഠിച്ചപ്പോഴാണ്. റഹ്മാൻ സാറിന്റെ പ്രൊഫൈൽ പഠിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഒരു റഹ്മാൻ സാറിനെ കാണാൻ പറ്റുന്നത്. അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ആരൊക്കെയാണ്? റഹ്മാൻ സാറിന്റെ തന്നെ പറയാം. പുള്ളിക്ക് ഇങ്ങനെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ഇറക്കി വിടുന്ന ആ ഒരു ലെവൽ ദാരിദ്ര്യത്തിൽ, ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് പുള്ളി കടന്നു വന്നതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇത്രയും. കാരണം പുള്ളിയുടെ അച്ഛൻ നമുക്കറിയാമല്ലോ, ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നു ഓക്കെ പുള്ളിയുടെ അങ്ങനെ ഇങ്ങനെ കയറി വന്നു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷെ പുള്ളി തന്നെയും കുഞ്ഞിലെ മുതൽ ഇത്രയും സ്ട്രഗിൾസ് അനുഭവിച്ച് കയറി വന്ന ഒരാളാണെന്ന് നമുക്ക് ബഹുമാനം കൂടും. ജീവിക്കേണ്ട ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കുമ്പോൾ ഒരു നമുക്ക് കൂടുതൽ ആരാധനയാണ് തോന്നുന്നത്. ആ ഒരു പേഴ്സണാലിറ്റിയോട്, പുള്ളിയുടെ വർക്കുകളല്ലാതെ ഒരു പേഴ്സണാലിറ്റിയോട് കൂടുതൽ ആരാധന തോന്നാറ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ആസിഫ് അലിയുടെ ഒരു പ്രൊഫൈൽ ചെയ്തായിരുന്നു. പുള്ളിയുടെ 15 വർഷത്തോടനുബന്ധിച്ച് ഗൾഫ് മാധ്യമത്തിൻ്റെ ഒരു പ്രോഗ്രാം സൗദിയിൽ വെച്ച് നടന്നു. അപ്പോൾ അതിനുവേണ്ടി ആസിഫിക്കയുടെ ഒരു പ്രൊഫൈൽ ചെയ്തായിരുന്നു. അപ്പോഴാണ് പുള്ളി കുഞ്ഞിലെ മുതലേ ഇങ്ങനെ വളർന്നു വന്ന ഒരു സാഹചര്യങ്ങളും ഈ സിനിമയിലോട്ട് വരാനെടുത്ത ഒരു സ്ട്രഗിളും, ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതെന്നാണ് എനിക്ക് പുള്ളിയുടെ ലൈഫ് ഒന്ന് പരിധി നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ വന്നിട്ടും പുള്ളിക്ക് ഇങ്ങനെ തുടർ വിജയങ്ങൾ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. പരാജയങ്ങൾ വരുന്നു, ഇങ്ങനെ 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 പോകുന്നു, പിന്നെ ഒരു വിജയം, അങ്ങനെ ഒരു ലൈഫായിരുന്നു. അപ്പം അതൊക്കെ പുള്ളി കടന്നു വന്നതുമൊക്കെ ശരിക്കും നമ്മളെ ലൈഫ് കൂടെ ഒന്ന് ചേഞ്ച് ആക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണത്. ഇൻസ്പയറിംഗ് ആണ് പലരുടെയും ജേണീസ്. വിദ്യാജിയുടെ ആയിരുന്നാലും പ്രത്യേകിച്ച് ജയറാമേട്ടൻ്റെതൊക്കെ ഇൻസ്പയറിംഗ് ആണ്, നമ്മളെ കൂടുതൽ ഇൻസ്പയർ ആക്കും. ഇപ്പോൾ ഇൻസ്റ്റയിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, അതെ യൂട്യൂബിലാണോ കൂടുതൽ ചെയ്യുന്നത്? ഇല്ല, ഇപ്പം സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്കിതുകൊണ്ട് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഇല്ല ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ. യൂട്യൂബിലായിരുന്നാലും നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പാട്ടൊന്നും ഇടാൻ പറ്റൂല. അപ്പം നമ്മൾ ഒരു വരുമാനം ഇല്ലാതെ ഒരു പരിപാടി തുടരെ എത്ര എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പുതിയ തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലമായിട്ട് മാറണം ഇത്. അതെ, അത് എന്താ പറയണ, തുടരെ ഇങ്ങനെ ഒരേപോലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ്.
പിന്നെ നമ്മൾ സ്റ്റാർ സിംഗറിൽ വന്നതോടുകൂടി നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു സാധനം ഒരു ജോലിയായിട്ട് മാറി. അപ്പം അതിനുവേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്റ്റാർ സിംഗറിന്റെ പരിപാടിയിൽ. കാരണം നമുക്ക് ചുമ്മാ ഒരിടത്ത് ഇരുന്നിട്ട് ഓക്കെ ഇന്നൊരു പാട്ട് ഇഷ്ടമുള്ളൊരു പാട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പോലല്ല. അതൊരു TV പരിപാടിയാണ്, മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ അവരൊരു ലിസ്റ്റ് തരും. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിൻ പ്രകാരമുള്ള സാധനങ്ങൾ തപ്പി കണ്ടെത്തി ഷൂട്ടിന് തൊട്ട് മുമ്പ് ആ സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് ഞാൻ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് സാധനം അവിടെ കൊടുക്കണം എന്നുള്ളത് അതിനൊരു പ്രഷറുണ്ട്. പക്ഷേ സ്റ്റാർ സിംഗറിന്റെ ടീം ഗംഭീരമാണ്. അവരായിട്ട് എനിക്ക് പ്രഷർ തരും. അങ്ങനെയല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഫ്രീ ആയിട്ട് സംസാരിക്കാവുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ആ ഒരു വേദി. അതുപോലെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഒരിടത്തും ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. അവിടുത്തെ ആളുകാരെ ഞാൻ തന്നെ അതിശയിട്ടുണ്ട്. ഇത്രയും നല്ല മനുഷ്യരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മെന്റലി ഇത്രയും പ്രഷർ ഉണ്ടായിരുന്നിട്ടും നമുക്കത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. എന്ത് ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു, അവിടെ തുടങ്ങി ഇവിടെ. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുക ദിവ, അത് നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഓസൻ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ദിവ തുടരുക. സ്റ്റാർ സിംഗർ ഇപ്പം അടുത്ത് വരുന്നുണ്ട് കേട്ടോ, സീസൺ 10 വരുന്നുണ്ട്. പ്രാവശ്യം ബിഗ് ബോസ് ഇല്ല. സാധാരണ ഈ സമയത്ത് ബിഗ് ബോസ് ആണ് കയറുന്നത്. പക്ഷെ അവർ ഏഷ്യാനെറ്റിൽ എന്തോ ഇന്റേണൽ സർവേ എന്തോ പരിപാടി നടത്തി ബിഗ് ബോസിനെക്കാളും ആളുകൾക്ക് താല്പര്യം സ്റ്റാർ സിംഗർ ആണ് എന്ന് മാർക്കറ്റിംഗ് എല്ലാം പഠനമൊക്കെ നടത്തി തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ സ്റ്റാർ സിംഗർ തുടങ്ങാൻ പോവാണ് സീസൺ 10. യെസ്. അപ്പോൾ പാട്ട് വർത്താനവും ഒക്കെ തുടരട്ടെ. ഇതേപോലെ കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അധ്വാനിച്ച് ഞങ്ങൾക്ക് എളുപ്പത്തിലാക്കി തരിക. അപ്പോൾ ദിവ വീണ്ടും കാണാം. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോഴത്തേക്ക് കൂടുതൽ വികസിച്ചിട്ടുണ്ടാവണം. നിന്ന് പോകരുത് ബ്രോ. അടിപൊളി, തുടരട്ടെ. താങ്ക് യു.